Hello everyone. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും റാങ്ക് ലിസ്റ്റ് വന്നു. റാങ്ക് ലിസ്റ്റ് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാറ്റഗറി ലിസ്റ്റ് വന്നു. അതിൽ നിങ്ങൾക്ക് ഒരു പ്രത്യേക റാങ്കുകൾ കിട്ടി. അതായത് കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഇത്ര സ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ കാറ്റഗറിക്കുള്ള ഒരു ലിസ്റ്റ് വന്നു. അപ്പോൾ ഈ രണ്ട് സംഭവം കഴിഞ്ഞപ്പോഴത്തേക്ക് കാറ്റഗറി ലിസ്റ്റ് വന്നപ്പോൾ എല്ലാവർക്കും ഡൗട്ടായിട്ടുണ്ട്. ഇതെന്താണ് സംഭവം, ഇത് വെച്ചിട്ട് എനിക്ക് എന്താണ് ബെനിഫിറ്റ്, ഇത് വെച്ച് ഞാൻ ഏത് കോളേജിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ വന്ന വേറെ കുറേ ഡൗട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടും എന്ന് വിചാരിച്ചിരുന്ന ആൾക്കാർ പിന്നീട് ബാക്കിയുള്ളൊരു ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത ഒരു ന്യൂസ് വെച്ചിട്ട് അയ്യോ എനിക്കപ്പോൾ കോളേജിൽ അഡ്മിഷൻ കിട്ടില്ലേ എന്ന പേടികളിലേക്ക് വന്നു തുടങ്ങി. അപ്പോൾ ഇതിന് മൊത്തത്തിൽ കോമൺ ആയിട്ട് കുറേ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകളുണ്ട്. ഇങ്ങനെയുള്ള കുറേ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകൾ നമ്മളിപ്പോൾ സോൾവ് ചെയ്യാൻ നോക്കുകയാണ്. അതിൻ്റെ ഫസ്റ്റ് ഭാഗം എന്ന നിലയ്ക്ക് ഒരു കോളേജ്, ഒരു ഗവൺമെൻറ് കോളേജോ ഏത് കോളേജോ ആയിക്കോട്ടെ, ഒരു കോളേജ് എങ്ങനെയാണ് അഡ്മിഷൻ പ്രോസസ്സ് നടത്തുന്നത്, അവരെങ്ങനെയാണ് കുട്ടികളെ അലോട്ട്മെൻറ്റിൽ വരുന്ന കുട്ടികളെ അവരുടെ ഓപ്ഷൻ വെച്ചിട്ടുള്ള കുട്ടികളെ എങ്ങനെയാണ് സ്ക്രൂട്ടിനി ചെയ്ത് അവർ സെലക്ട് ചെയ്യുന്നതെന്നുള്ള ഒരു ഡെമോയാണ് ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ റാങ്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് കോളേജ് കിട്ടും, സാധ്യത എത്ര എന്നുള്ളത് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് പേര് ഇങ്ങനെ വിളിച്ച് മെസ്സേജ് ഒക്കെ ചോദിക്കുന്നുണ്ട്, ഇത് ഫുള്ളി കൺഫ്യൂസ്ഡ് എന്ന് മനസ്സിലാവുന്നുണ്ട്. അന്നേരം നിങ്ങൾക്ക് തന്നെ ഇത് സോൾവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അതിന് മുന്നേ വെൽക്കം ടു മെൻറ്റേഴ്സ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഡെമോയിലോട്ട് പോകാം. അപ്പം ഗവൺമെൻറ് ലോ കോളേജ് എറണാകുളത്തിനെയാണ് നമ്മൾ ഒരു ഡെമോയ്ക്ക് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്ന കോളേജ് എന്ന് പറയുന്നത്. അപ്പോൾ 3 ഇയർ വെച്ചിട്ട് വേണം നമുക്ക് ഡെമോ നോക്കാം. ഓക്കെ, ഇത് 5 ഇയർ നിങ്ങൾ ഇതേപോലെ മാറ്റി നമ്പർ ഓഫ് സീറ്റ്സ് മാറ്റി നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അതിൽ വേറെ ഒന്നും ചെയ്യാനില്ല. 120 സീറ്റുകളാണ് ഗവൺമെൻറ് ലോ കോളേജ് എറണാകുളത്തിലുള്ളത്. ഓക്കെ, ഇതിൽ 50% സീറ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് മെറിറ്റാണ്. ഓക്കെ, അതായത് ആ ജനറൽ റാങ്ക് നിങ്ങൾക്ക് ആദ്യമേ വന്ന റാങ്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൽ നമ്മൾ സീറ്റ് കൊടുക്കുക. അതായത് 60 സീറ്റുകളിലേക്ക് നമ്മുടെ ജനറൽ ആദ്യമേ വന്ന റാങ്കുകളുണ്ടല്ലോ, നമുക്ക് കാറ്റഗറി ലിസ്റ്റിന് വന്ന റാങ്ക്, അതിൽ ആദ്യമേ ഓപ്ഷൻ വയ്ക്കുന്ന 60 പേർക്ക്, മനസ്സിലായി, ആദ്യമേ ഓപ്ഷൻ വയ്ക്കുന്ന 60 പേർക്ക് ഓപ്ഷൻ വെച്ചിട്ടുള്ള ആദ്യത്തെ 60 പേർക്കായിട്ടാണ് ഈ സീറ്റ് കൊടുക്കുന്നത്. ഓക്കെ, റാങ്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഓക്കെ, അതാണ് ഇതിൻ്റെ സംഭവം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഫസ്റ്റ് 100 റാങ്ക് എടുക്കുകയാണെങ്കിൽ ഈ ഫസ്റ്റ് 100 റാങ്കിൻ്റെ അകത്ത് കുറേ പേര് ട്രിവാൻഡ്രം ലോ കോളേജ് ചൂസ് ചെയ്യും. കുറേ പേര് ഇവർ രണ്ടുപേരാണ് ഏറ്റവും കൂടുതൽ ടോപ്പിൽ, ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന കോളേജസ്. ഇതിനിടയിൽ ചിലർക്ക് വീട്ടിനടുത്ത് നിന്ന് പഠിക്കാൻ വേണ്ടി തൃശ്ശൂരും കോഴിക്കോടും തന്നെ ചൂസ് ചെയ്യും. അപ്പം ഈ 60 എന്ന് പറയുമ്പോൾ ആദ്യത്തെ 60-നുള്ളിൽ വരണമെന്നില്ല. അതായത് ആദ്യത്തെ 100 റാങ്കിൽ 60-നുള്ളിൽ വരണമെന്നില്ല. ഒരു 100, 110, ഞാൻ പഠിച്ചിരുന്നൊരു സമയത്ത് 157, 167 മുകളിൽ പോകുന്നവരുണ്ട്. കാരണം കുറേ പേര് അഡ്മിഷൻ എടുക്കാണ്ട് ന്യൂആൽസ്, ക്വിസാറ്റ് അങ്ങനെ മാറിപ്പോകുന്നവരുണ്ട്. അപ്പം അങ്ങനെ ഒരു 100, 150 റാങ്കിനുള്ളിലൊക്കെ ആയിട്ട് വരുന്ന ആദ്യത്തെ 60 പേരെ നമ്മൾ കോളേജിലേക്ക് സെലക്ഷൻ കൊടുക്കും. അവർ കോളേജിലേക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ ഓക്കെ നിങ്ങൾ എത്രയും പേരാണ് ഫസ്റ്റ് ഓപ്ഷൻ വെച്ചിരിക്കുന്നത്, നിങ്ങൾ ഇത്രയും പേരും വരുമെന്നും പറഞ്ഞിട്ട് 60 സീറ്റ് ഇവർ ഫില്ല് ചെയ്യും. പിന്നീട് കയ്യിൽ ബാക്കിയുള്ളത് 60 സീറ്റാണ്. ഈ 60 സീറ്റുകളെയാണ് ഇവർ റിസർവേഷന് വേണ്ടി ഉപയോഗിക്കുന്ന സീറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇപ്പം സ്റ്റേറ്റ് മെറിറ്റിൻ്റെ കാര്യം, ഈ സ്റ്റേറ്റ് മെറിറ്റിൻ്റെ ഉള്ളിലാണ് ജനറൽ കാറ്റഗറിയിൽ പെടുന്നവർക്കെല്ലാം അഡ്മിഷൻ കിട്ടുക. അപ്പോൾ ചിലർ ഇപ്പം തെറ്റിദ്ധാരണ വന്നിരിക്കുന്നത് ഇതിൽ ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ അഡ്മിഷൻ കൊടുക്കൂ എന്നുള്ളതാണ്. അല്ല, ഈ 60 സീറ്റിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന സ്റ്റേറ്റ് മെറിറ്റ് എന്നുള്ള ആ റാങ്കിൻ്റെ അകത്ത് ചിലപ്പോൾ അത് 150 റാങ്ക് എത്തിയപ്പോഴത്തേക്കായിരിക്കും ഫുള്ള് 60 പേര് പ്രിഫറൻസ് കൊടുത്തിട്ടുള്ളതായിട്ട് വന്നേക്കുന്നതെന്ന് വിചാരിക്കുക. ഈ സാഹചര്യത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 150-നുള്ളിൽ ജനറലുകാർ മാത്രമല്ല, ഈ 150-നകത്തുള്ളിൽ വന്നിട്ടുള്ള OBC-ക്കാരും SC/ST-കാരും അല്ലെങ്കിൽ AWS-കാരോ ഏത് റിസർവേഷനുള്ള ആൾക്കാരും ഈ 150 റാങ്കിനുള്ളിലുണ്ടോ ഇവരെയെല്ലാം ആ കോളേജിലേക്ക് അഡ്മിഷൻ എടുക്കുന്നത് സ്റ്റേറ്റ് മെറിറ്റിൻ്റെ കോട്ടയിലാണ്. അല്ലാണ്ട് ജനറലുകാർക്ക് മാത്രമല്ല ഈ സ്റ്റേറ്റ് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടുക. ഓക്കെ, അപ്പം ഈഴവയിലോ എല്ലാ കാറ്റഗറിയിലും പെട്ട ആൾക്കാരും ഈ 150 റാങ്കിനുള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ അവരും സ്റ്റേറ്റ് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കോളേജിൽ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞു, മനസ്സിലായോ? അപ്പോൾ അവരെല്ലാം ഈ കോളേജിൽ വന്നിട്ടുണ്ട്. പിന്നീട് ബാക്കി കിടക്കുന്ന 60 സീറ്റുകളുണ്ട്.
ഈ 60 സീറ്റിലേക്കാണ് ബാക്കി 50% റിസർവേഷൻ്റെ ബേസിസിൽ ഫില്ല് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതായത് EWSനുള്ള 10% ആയാലും SC/STക്കുള്ള 10%, OBCക്കുള്ള 30%, ഇതെല്ലാം കൂടെ ചേർത്ത് ബാക്കി 50%, 60 സീറ്റ് ഇവർ ഫില്ല് ചെയ്യും. ഈ ഒരു സമയത്താണ് കാറ്റഗറി ലിസ്റ്റിൻ്റെ ഉപയോഗം വരുന്നത്. അപ്പോൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഒരു സാഹചര്യത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാനാണ് കാറ്റഗറി ലിസ്റ്റിൻ്റെ പ്രയോജനം. അതായത് ഇപ്പം 150 റാങ്ക് വരെ കാൽക്കുലേറ്റ് ചെയ്തപ്പോഴത്തേക്കാണ് ഒരു 60 പേരുടെ സീറ്റ് ഫില്ല് ആയത്. നമ്മുടെ മാക്സിമം കാൽക്കുലേഷനാണ് ഈ ഒരു സീറ്റിനുള്ളിൽ എത്തുമ്പോഴത്തേക്ക് ഫില്ലാകും എന്നുള്ളത്. അപ്പം ഈ 150 ഇല്ലായിരുന്നു നമ്മുടെ റാങ്ക്. നമ്മൾ ഇതിന് പുറത്താണ്. അപ്പോൾ നമ്മളൊരു ഈഴവേനെ ഒരു സബ്ജക്റ്റാക്കി എടുക്കുക. ഓക്കെ, ഈഴവേക്ക് ഉള്ളത് 9% റിസർവേഷൻ. അതായത് ഗവൺമെൻറ് ലോ കോളേജിലെ 120 സീറ്റിൻ്റെ അകത്ത് അവർക്ക് കിട്ടുന്ന നമ്പർ ഓഫ് സീറ്റ്സ് എന്ന് പറയുന്നത് ഒരു 10 to 11 റേഞ്ചിൽ 11 സീറ്റ് ഇവർക്ക് വേണ്ടി മാറ്റി വയ്ക്കപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അത്രയും നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഈഴവയ്ക്ക് ഒരു 11 സീറ്റ് ഉണ്ട്. അതായത് ഇതിനുള്ളിൽ ഈഴവക്കാർ വന്നിട്ടുണ്ട്. ഇതിനുള്ളിൽ ചിലപ്പോൾ 10 ഈഴവക്കാർ വന്നിട്ടുണ്ടാകാം. എന്നാലും ഈ 60 സ്റ്റേറ്റ് മെറിറ്റിൻ്റെ 60 ഫില്ലായി കഴിഞ്ഞതിന് ശേഷം പിന്നീട് 11 പേർക്കും കൂടെ അവർക്ക് അഡ്മിഷൻ എടുക്കണം. അതായത് റിസർവേഷൻ്റെ ബേസിസിൽ ഒരു 11 പേരെയും കൂടെ നമ്മളവിടെ ഫില്ല് ചെയ്യിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഈഴവ റിസർവേഷൻ ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഇതേപോലെ തന്നെയാണ് ഇനിയിപ്പോൾ മുസ്ലിം എടുക്കുക എന്ന് വിചാരിക്കുക. മുസ്ലിമിന് 8%. അപ്പോൾ ഇത് പറയുന്നത് 10 or 9 ആയിട്ട് മാറും. 9 to 10 റേഞ്ചിലേക്ക് വന്നു എന്ന് വിചാരിക്കുക. 10.8 ആയിരിക്കും. ഓക്കെ, ഈ 9 to 10 എന്ന് പറയുമ്പോഴത്തേക്ക് ഈ 150 ചിലപ്പോൾ ഒരു 10 മുസ്ലിംസ് വന്നിട്ടുണ്ടാവും. 10 മുസ്ലിംസ് വന്നപ്പോൾ കാറ്റഗറി ലിസ്റ്റിൽ 1, 2, 3, 4 അങ്ങനെ ഈ 147 എത്തിയപ്പോഴത്തേക്ക് 10 പേര് കഴിഞ്ഞിട്ടുണ്ടാവാം. എന്നാലും ഇനി 9 പേർക്ക് ഈ കോളേജിൽ അഡ്മിഷൻ കൊടുക്കണം. അപ്പം വീണ്ടും നമ്മുടെ കാറ്റഗറി ലിസ്റ്റിൽ മുസ്ലിം കാറ്റഗറി ലിസ്റ്റിൻ്റെ അകത്ത് പിന്നീടുള്ള 11 റാങ്കുകൾ നമ്മൾ എണ്ണി നോക്കുക. 154, 174, 189 അങ്ങനെ ഒരു 11 സീറ്റും കൂടെ എറണാകുളം ലോ കോളേജിൽ ഇവർക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത്. ആ 11 സീറ്റും കൂടെ ലഭിക്കും. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, അവിടുന്ന് ഒരു 11, അതായത് 150 വന്നേക്കുന്ന അവസാനത്തെ റാങ്കുകാരൻ കഴിഞ്ഞിട്ട് 11 എണ്ണി നോക്കും. അതിനുള്ളിൽ നമ്മളുണ്ടോ എന്ന് നോക്കും. അതിനുള്ളിൽ നമ്മളുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും സേഫാണ്. പിന്നെ നമ്മൾ അതിനുള്ളിലില്ല, നമ്മളൊരു 15ാമതൊക്കെയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ആലോചിക്കും, പക്ഷേ ഈ കൂട്ടത്തിലുള്ള കുറച്ച് പേര് അഡ്മിഷൻ എടുത്തില്ലെങ്കിലോ, അല്ലെങ്കിൽ വേറെ കോളേജിൽ പോയാലോ, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും സാധ്യതകളെ പറ്റി. പിന്നെ നമ്മൾ സാധ്യതകളാണ്, ഒരു 5 പേര് എടുത്തില്ലെങ്കിലോ, അല്ലെങ്കിൽ ഇതിലൊരു 3 പേര് കോഴിക്കോട് തന്നെ പോയാലോ, അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നീട് നമ്മൾ പ്രഡിക്ഷനാണ്. അതായത് 11 സീറ്റിനുള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ 100% ആണ്. 10 സീറ്റിനുള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ. പക്ഷേ അതിൽ നിന്ന് ദൂരോട്ട് പോകുന്നവരും പിന്നെ സാധ്യതകളെ പറ്റി ചിന്തിക്കണം. അയാൾ അഡ്മിഷൻ എടുത്തില്ല, വന്നില്ല, പോയില്ല. അപ്പോൾ ആ രീതിയിലാണ്. ഇപ്പം ഇതിപ്പോൾ ഒരു ബേസിക് സ്ട്രക്ചറാണ്. ഈ ഒരു രീതിയിലാണ് ഈ റിസർവേഷനും ജനറൽ കാറ്റഗറിയുടെയും അതുപോലെ സ്റ്റേറ്റ് മെറിറ്റിലും റിസർവേഷനിലും ഒരു കോളേജ് ആൾക്കാരെ എടുക്കുക. ഇനി ഇതിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡിൽ പറയുകയാണെങ്കിൽ 150ാമത്തെ റാങ്ക് എത്തിയപ്പോഴത്തേക്ക് കോളേജിൽ, ഇപ്പോൾ ഞാൻ കോളേജിൽ അഡ്മിഷൻ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ 60 സീറ്റിൽ സ്റ്റേറ്റ് മെറിറ്റിനുള്ള സ്റ്റുഡൻസിന് ഞാൻ കൊടുത്തു. ഇനി എൻ്റെ മുന്നിൽ ഗവൺമെൻറ് പറഞ്ഞിരിക്കുകയാണ്, ഇനി നീ ഒരു 8% സീറ്റ് ഇനി മുസ്ലിങ്ങൾക്ക് കൊടുക്കണം. അതായത് ഒരു 10 സീറ്റ് കൂടെ ഞാൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഞാൻ ഇനി ഫില്ല് ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ 10 സീറ്റിന് പിന്നെ ഞാൻ നോക്കും 150ാമത്തെ റാങ്ക് കഴിഞ്ഞിട്ട് ഏതാ മുസ്ലിംകാരനുള്ളത്. അപ്പോൾ 157ാമത്തെ റാങ്കുകാരൻ മുസ്ലിമാണ്. പക്ഷേ അവൻ എറണാകുളം ലോ കോളേജല്ല വെച്ചേക്കുന്നത്. 160ാമതുകാരൻ എറണാകുളം ലോ കോളേജാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അവന് ഞാൻ അഡ്മിഷൻ കൊടുക്കും. അപ്പോൾ ഒരു സീറ്റ് ഫില്ലായി. 164ാമതുകാരന് മുസ്ലിമാണ്, അവനും വെച്ചിരിക്കുന്നത് എറണാകുളം ലോ കോളേജിൽ, അവന് ഞാൻ അഡ്മിഷൻ കൊടുക്കും. 168 മുസ്ലിമാണ്, പക്ഷേ അവൻ ആ എറണാകുളം ലോ ഓപ്ഷൻ വെച്ചേക്കുന്നത്. അപ്പോൾ അവൻ പോട്ടെ, അവനെ കിട്ടത്തില്ല. അങ്ങനെ ആ ഒരു ഓർഡറിലാണ് നമ്മൾ ഈ സീറ്റിങ്ങിനെ ഫില്ല് ചെയ്ത് പോകുന്നത്. അപ്പോൾ ആ 10 സീറ്റ് എത്തുമ്പോഴത്തേക്ക് ഈ 150 എന്നുള്ള സ്ഥലത്തുനിന്ന് ചിലപ്പോൾ 10 പേരെത്തുമ്പോൾ 297 300 ചിലപ്പോൾ 267 ചിലപ്പോൾ 400 ഏത് വരെ വേണമെങ്കിലും ആ 10 സീറ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഇവർ പോയിക്കൊണ്ടേയിരിക്കും. ഈഴവയുടെ കാര്യത്തിലാണെങ്കിൽ അതേപോലെ തന്നെ 11 സീറ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടി അവരിതേപോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനുള്ളിലുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. അതിനുള്ളിലില്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സാധ്യത, ഇപ്പം 160കാരനൊന്നും എടുത്തിട്ടുണ്ടാവില്ല, അവൻ വേറെ കോളേജിൽ പോയിട്ടുണ്ടാവും. ഇതിനിടയിൽ 5 പേരെങ്കിലും വേറെ കോളേജിൽ പോയിട്ടുണ്ടാവും. കുറേ പേര് അഡ്മിഷനും എടുത്തിട്ടുണ്ടാവില്ല, അവർ വേറെ കോളേജിൽ ന്യൂ ആൽസിലോ ഡ്യൂവിലോ പോയിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ തന്നെ ഒരു പ്രതീക്ഷ വെച്ച് നമ്മൾ ഒരു കോളേജിനെ ഇങ്ങനെ കണ്ടെത്താൻ ശ്രമിക്കുന്ന പ്രോസസ്സിന് നമ്മൾ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു കണക്ക് മാത്രമാണ് ഈ കാറ്റഗറി ലിസ്റ്റ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇതിൽ നിന്ന് സിമ്പിളായിട്ട് ഒരു കാറ്റഗറി ലിസ്റ്റിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് ഇവിടുന്ന് ഇപ്പോൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഞാൻ തന്നെയായിട്ട് പറഞ്ഞുതരാം. അതായത് ഞാൻ പറഞ്ഞല്ലോ 10 സീറ്റ് മുസ്ലിംസ് അല്ലെങ്കിൽ 10 സീറ്റ് ഈ 150 കഴിഞ്ഞിട്ട് ഈഴവ ഇവർക്ക് ഫില്ല് ചെയ്യാൻ വേണമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഈ 10 ഈഴവക്കാരെ നിങ്ങൾ എവിടെ പോയി കണ്ടുപിടിക്കും? എത്ര റാങ്ക് വരെയാണ് ഈ 10 പേരിരിക്കുന്നത് എന്ന് നമ്മളെവിടെ പോയി കണ്ടുപിടിക്കും? അതിനാണ് കാറ്റഗറി ലിസ്റ്റ് ഉപയോഗിക്കുന്നത്. കാറ്റഗറി ലിസ്റ്റിൽ മുസ്ലിങ്ങളുടെ പേര് മാത്രമേ ഉള്ളൂ. മുസ്ലിങ്ങളിൽ അപ്പോൾ 150ൻ്റെ അകത്ത് വന്നപ്പോഴത്തേക്ക് ഒരു 8 പേര് വന്നിട്ടുണ്ട്. അപ്പം ആ റാങ്ക് വരെയുള്ള ആൾക്കാരെ വേണ്ടി 8 കഴിഞ്ഞിട്ട് 10 പേര് നമുക്ക് കൂട്ടിയാൽ പോരെ. അപ്പം 10 പേരെന്ന് പറയുമ്പോഴത്തേക്ക് 18 വരെ എത്തി. ആ 18ൽ നമ്മളുണ്ടോ എന്ന് നോക്കിയാൽ പോരെ. അല്ലെങ്കിൽ ആ 18ൽ എത്താൻ നമുക്ക് സാധ്യത ഉണ്ടോ എന്ന് നമ്മൾ അറിഞ്ഞാൽ പോരെ. അല്ലെങ്കിൽ 18 ചില ആ 10 കൂടെ കിട്ടാൻ, അതായത് അതിനകത്തൊരു 5 പേരും കൂടെ വരത്തില്ല. അവർ വേറെ ഏതെങ്കിലും കോളേജിൽ മെറിറ്റ് സൈറ്റ് കിട്ടി അവിടെ തന്നെ അങ്ങ് പൊക്കോളും, തൃശ്ശൂരോ മറ്റിടത്തോട്ട് പൊക്കോളും. അപ്പോൾ നമുക്ക് ഈ റിസർവേഷൻ ഉപയോഗിച്ച് ഫസ്റ്റ് ഓപ്ഷൻ വെച്ച് നമുക്ക് ഈ കോളേജിൽ കയറാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കിയാൽ പോരെ. മനസ്സിലായോ? അതിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ടോപ്പുള്ളൊരു കോളേജിൻ്റെ എക്സാമ്പിളാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ നമ്മൾ റിസർവേഷൻ ഉപയോഗിക്കുമ്പോഴത്തേക്ക് മുസ്ലിംസിലൊക്കെ 250 to 300 പോയാലും നമുക്ക് സീറ്റ് കിട്ടുന്നുള്ള സെറ്റപ്പിലോട്ട് വന്നു. അപ്പം നമ്മൾ താഴോട്ടുള്ള കോളേജസിലോട്ട് പോകും തോറും നമ്മൾ അതാണ് നോക്കുന്നതെങ്കിൽ, തൃശ്ശൂർ കോഴിക്കോടൊക്കെയാണ് നോക്കുന്നതെങ്കിൽ ഇതേപോലെ തന്നെ നമ്മുടെ സാധ്യത ഇങ്ങനെ കൂടി പോവുക. അതായത് ഈ 10 സീറ്റ് നമ്മളെ ഈ എറണാകുളത്തുള്ള 10 സീറ്റ് ഫില്ലാവും, അതുപോലെ തന്നെ തൃശ്ശൂർ, അങ്ങനെ ഓരോയിടത്തെയും അത്രയും സീറ്റുകളുണ്ടല്ലോ. ആഡായി നമുക്ക് സാധ്യതകൾ ഇങ്ങനെ കൂടി വരും. 10 600 700 ഉള്ളവർക്ക് വരെ സീറ്റ് കിട്ടാനുള്ള ഒരു രീതിയിലേക്കാണ് നമ്മൾ ഈ റിസർവേഷൻ നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. 700 എന്ന് വെച്ചാൽ സേഫ് സോണാണ്, ചിലപ്പോൾ അതിന് മേളിലോട്ടൊക്കെ പോകാറുണ്ട്. അതിനെപ്പറ്റി അതൊക്കെ സാധ്യതകളാണ്. മനസ്സിലായി? അപ്പം അങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് കാറ്റഗറി ലിസ്റ്റ് വളരെ യൂസ്ഫുള്ളാണ്. അവിടെ വെറുതെ ഒരു ലിസ്റ്റ് അല്ല നിങ്ങളുടെ കാറ്റഗറി ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലാവും കാറ്റഗറി ലിസ്റ്റിൻ്റെ പ്രയോജനം എന്താണെന്ന്. അപ്പോൾ അത് നിങ്ങൾ സ്വന്തമായിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. അതുകൊണ്ട് വേറൊരാളിനോട് പോയി ചോദിച്ചിട്ട് അയാൾ പറയുന്ന ഓപ്ഷൻ വെച്ചത് കിട്ടിയില്ലെങ്കിൽ അയാൾ എൻ്റെ വേറൊരു കൂട്ടുകാരൻ ഇതിലും കുറവ് റാങ്ക് ആയിരുന്നു എന്നിട്ട് പക്ഷേ അവന് കിട്ടി, ഇയാൾ പറഞ്ഞ കേട്ടിട്ടാണ്, ആ ഒരു സംഭവം ഒഴിവാക്കാം. ഈ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളങ്ങ് ചൂസ് ചെയ്യുക. എന്തിനാ വെറുതെ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം? അതിൻ്റെ ആവശ്യം നിങ്ങൾക്കില്ല. ഇനി ആസ് ടു ദ ഫൈനൽ പാർട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളുടെ ഏറ്റവും വാല്യൂം ഉപയോഗിച്ച് കൊണ്ട് നിങ്ങൾ ഒരു ഡിസിഷനിലെത്തരുത്. ഓക്കെ, നിങ്ങൾ സംഭവം മൊത്തത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതായത് ഇപ്പോൾ ഞാൻ എടുത്തിരുന്നത് 2 OBC കാറ്റഗറി, ഈഴവയും അതുപോലെ തന്നെ മുസ്ലിമും. ഏറ്റവും കൂടുതൽ പേര് ഈഴവയിലാണുള്ളത്, അതുപോലെ തന്നെ മുസ്ലിംസിലും. അത് വെച്ചിട്ടുള്ള ഒരു കാൽക്കുലേഷനാണ് ഞാൻ കാണിച്ചു തന്നത്. ഇപ്പോൾ നിങ്ങൾ SC ST ഒക്കെ ആണെങ്കിൽ അതിന് 10% റിസർവേഷൻ ഉണ്ട്. അതായത് ഏകദേശം ഇപ്പം 10% ഇൻക്രീസും കൂടെ വരുമ്പോൾ 460 വേണ്ടി സീറ്റ് വരുമ്പോൾ 46ഓളം സീറ്റുകളാണ് SC STക്ക് ഉള്ളത്. അതിൽ ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. അപ്പം അതിൽ 46-ാമത്തെയോ 48-ാമത്തെയോ കാറ്റഗറിയിൽ 48-ാമത്തെ ആളാണ് നിങ്ങളെന്ന് വിചാരിക്കുക. ഓക്കെ, അതായത് മെറിറ്റ് സീറ്റ് കഴിഞ്ഞിട്ട് മെറിറ്റിൽ വന്നവർ കഴിഞ്ഞിട്ട് SC STയിലുള്ള 48-ാമത്തെ ആളൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ റാങ്ക് ചിലപ്പോൾ 1500-ലോ 1600-ലോ ഒക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഓരോ കാറ്റഗറിക്കും നിങ്ങളുടെ റാങ്ക് എന്ന് പറയുന്നത് ഭയങ്കര വ്യത്യാസമാണ്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. അതൊക്കെ നിങ്ങൾ ഏറ്റവും തുടക്കം കണ്ടിട്ട് അയ്യോ അങ്ങനെയാണോ 700-നുള്ളിൽ റാങ്കില്ല, അങ്ങനെ കാറ്റഗറി ലിസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യുക. അതിൽ ഞാൻ പറഞ്ഞു 46 പേർക്കാണ് കൊടുക്കുന്നതെന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ അതിൽ നിങ്ങളുടെ ഒരു 50 കാറ്റഗറി ലിസ്റ്റിൽ 50-ാമതാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഏറ്റവും ബെസ്റ്റ് കോളേജിൽ എന്തായാലും സ്റ്റേറ്റിൽ മെറിറ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കോളേജ് നിങ്ങൾ കൊടുക്കണോ? ആ റിസ്ക് എടുക്കണോ? അതിനേക്കാളും സേഫായിട്ട് എന്തായാലും ഇത്ര താഴെയാണ് തൃശ്ശൂരോ കോഴിക്കോടോ വെച്ച് സേഫായിട്ട് അഡ്മിഷൻ എടുക്കുന്നതല്ലേ നല്ലത്. ഇതെല്ലാം നിങ്ങൾക്ക് ആലോചിക്കാനുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇതിലൊന്നും ഞാനല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലോജിക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കണം. അല്ലാണ്ട് ഒരാൾ അപ്പം അത് അല്ലാണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് അറിഞ്ഞാൽ മതി, നിങ്ങൾ ആരോടെങ്കിലും ചോദിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഉത്തരവാദിത്തം എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളൊരു ഉത്തരവാദിത്തം നിങ്ങൾ കാണിക്കുക. അല്ലെങ്കിൽ നിങ്ങളെ പേരൻസിനെ കാണിച്ചു കൊടുത്തിട്ട് ആ ഉത്തരവാദിത്തം അവരെ ഏറ്റെടുക്കാൻ അനുവദിക്കുക. അങ്ങനെ ഏതെങ്കിലും രീതികൾ നിങ്ങളിത് മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിരിക്കും. അവിടെ SC STക്കൊക്കെ 1500-ന് മുകളിൽ 1500-ലോ 1400-ലൊക്കെ അഡ്മിഷൻ കിട്ടാറുണ്ട്. അത് ഓരോ കാറ്റഗറിയിലും നിങ്ങളുടേത് നിങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് ആസ് ടു ദ ഫൈനൽ പാർട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇതിന് നിങ്ങൾക്ക് ശരിക്കും 3 ഡോക്യുമെൻറ്റ്സ് ആണ് അത് വേണ്ടുന്നത്. ഒന്ന്, നിങ്ങളുടെ റിസർവേഷൻ എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയണം. അത് പ്രോസ്പെക്ടസിൻ്റെ അകത്ത് ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഓരോ കാറ്റഗറിക്കും എത്ര ശതമാനമാണ് റിസർവേഷൻ എന്ന് അതിന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണ്ടുന്ന ടോട്ടൽ നമ്പർ ഓഫ് കോളേജും അതിൻ്റെ സീറ്റുകളുമാണ് അറിയേണ്ടത്. അതും പ്രോസ്പെക്ടസിൻ്റെ അകത്ത് തന്നെയുണ്ട്. മൂന്നാമത് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ കാറ്റഗറി ലിസ്റ്റ്, അത് കഴിഞ്ഞ ദിവസം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ റാങ്കുമാണ് വേണ്ടത്. ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊരു പേനയും പേപ്പറും എടുത്തിട്ട് നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റാങ്ക് വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായി നിങ്ങൾ തന്നെ വൈസായിട്ടുള്ള ഡിസിഷനിലെത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ.